കയ്യിൽ കിട്ടുന്നതെല്ലാം മികച്ച ശില്പങ്ങളാക്കി മാറ്റുന്ന ഒരു കലാകാരിയുണ്ട് ഖത്തറിൽ, ദിയാന ഹിജാസ്. നാം ഉപേക്ഷിക്കുന്ന പലതും മികച്ച കലാരൂപങ്ങളാക്കി സ്വീകരണ മുറിയിൽ എത്തിക്കുകയാണ് ദിയാന. സാധാരണ നിലയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് വേസ്റ്റ് ബോക്സിൽ എറിയുന്ന പിസ്തയുടെയും കപ്പലണ്ടിയുടെയും ഒക്കെ ഷെല്ലുകൾ. ദിയാനയ്ക്ക് പക്ഷേ ഇത് അമൂല്യ വസ്തുക്കളാണ്. ഈ കലാകാരിയുടെ കണ്ണിൽപ്പെടുന്ന ഇത്തരം ഷെല്ലുകളുടെ സ്ഥാനം വേസ്റ്റ് ബോക്സിലല്ല, വീട്ടിലെ സ്വീകരണ മുറിയിലാണ്. ഈ ഷെല്ലുകൾ ഇങ്ങനെ മനോഹര ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെയായി മാറും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വേസ്റ്റ് ബിന്നിലിടുന്ന മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ കിച്ചണിൽ നോക്കുകയാണെങ്കിൽ തന്നെ മുളകിൻ്റെ ഞെട്ട്, പിസ്ത ഷെൽസ്, വെളുത്തുള്ളിയുടെ തൊലി, അതെല്ലാം ഞാൻ റീയൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കല്ലുമ്മക്കായൻ്റെ ഷെല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബട്ടർഫ്ലൈസ്, പീനട്ട്സിൻ്റെ ഷെല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഹണി ബീ, പിന്നെ അതുപോലെ ക്രാബ് ഷെൽസ് കൊണ്ട് ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ട്, മീനിൻ്റെ ചെതമ്പൽ യൂസ് ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട്. അതെല്ലാം ഒരുപാട് എല്ലാവർക്കും ഇംപ്രസ്ഡ് ആയിട്ടുള്ള വർക്കാണ്. കുഞ്ഞുനാൾ മുതലേ തുടങ്ങിയതാണ് പാഴ്വസ്തുക്കളിൽ നിന്ന് ചിത്രങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കുന്ന ശീലം. മുതിർന്നപ്പോൾ കണ്ണിൽ കാണുന്നതിലെല്ലാം കലയും കണ്ടു. ഇന്റീരിയർ ഡിസൈനർ ആയതിനാൽ ഇവയെല്ലാം എങ്ങനെ വീട്ടകങ്ങളെ മനോഹരമാക്കാൻ ഉപയോഗിക്കാമെന്നായിരുന്നു ചിന്ത. മരക്കമ്പുകളും പേപ്പർ കഷ്ണങ്ങളും തുടങ്ങി മീനിന്റെ ചിതമ്പൽ വരെ അങ്ങനെ ചുമരിൽ മനോഹര ചിത്രങ്ങളും ശില്പങ്ങളുമായി ഇടം പിടിച്ചു. എപ്പോഴും ഈ ഷോ പീസുകളിന് ഞാൻ എവിടെ പോയാലും ഷോ പീസുകൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അത് എങ്ങനെയെങ്കിലും നമുക്ക് വേസ്റ്റ് റീയൂസ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും ഏത് വർക്ക് കണ്ടാലും ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ വേസ്റ്റ് ബിന്നിലിടുന്ന മെറ്റീരിയൽസ് മാക്സിമം ഞാൻ റീയൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. യാത്രയിലും ഞാൻ എനിക്ക് പറ്റുന്ന എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന മെറ്റീരിയൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. ബീച്ചിൽ പോവുകയാണെങ്കിലും സീഷെൽസ്, കല്ലുകൾ, ഈവൻ മണ്ണ് പോലും ഞാൻ കളക്ട് ചെയ്ത് ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട്. പുറത്ത് പോകുമ്പോൾ മരങ്ങളുടെ കഷ്ണങ്ങൾ എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരാറുണ്ട്. ആദ്യമൊക്കെ ഒരു കൗതുകവും ഹോബിയും മാത്രമായിരുന്നു. എന്നാൽ പാഴ്വസ്തുക്കളെ പുനരുപയോഗിക്കുന്ന രീതി പ്രകൃതി സംരക്ഷണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന തിരിച്ചറിവ് കലയെ ഗൗരവത്തോടെ കാണാൻ പ്രേരിപ്പിച്ചു. പ്രകൃതിയിൽ ഉപയോഗശൂന്യമായി ഒന്നുമില്ലെന്നും അവയ്ക്കെല്ലാം മനം മയക്കുന്ന സൗന്ദര്യമുണ്ടെന്നും ദിയാന പറയുന്നു. അങ്ങനെയാണ് വെളുത്തുള്ളി തൊലി അരയന്നമായും പിസ്തത്തോട് വെള്ളരിപ്രാവായും മാറുന്നത്. സുസ്ഥിരതയ്ക്കും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഖത്തർ ഭരണകൂടം നൽകുന്ന പിന്തുണയും ഈ കലാകാരിക്ക് പ്രോത്സാഹനമായി. അതോടെ ഖത്താറയടക്കമുള്ള ഖത്തറിലെ പ്രധാന ഇടങ്ങളിൽ പ്രദർശനത്തിനും അവസരം ലഭിച്ചു. എൻ്റെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 2018 എനിക്ക് ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഞാൻ 2019 ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എക്സിബിഷൻസ് എന്നതിലുപരി ഇതെൻ്റെ പാഷനാണ്. ഇതെനിക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു മാത്രം. ഖത്തർ ലോകകപ്പിനെ അടയാളപ്പെടുത്തി ദിയാന തീർത്ത ശില്പവും ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. തൃശൂർ സ്വദേശിയായ ദിയാന കഴിഞ്ഞ 16 വർഷമായി കുടുംബത്തോടൊപ്പം ഖത്തറിലുണ്ട്.